ഹലോ നമസ്കാരമുണ്ട്. അപ്പോൾ എ ടു സെഡ് ബഫൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ആഴ്ചത്തെ ലാലൂർ ചന്തത്തെ വീഡിയോ ആണ് കേട്ടോ. ഈ ആഴ്ച ഇപ്പോൾ ഇത് ഓണാണെന്ന്. ഓണായിട്ട് പോത്തുകുട്ടികളൊന്നും വന്നിട്ടില്ല. 1-2 പോത്തുകുട്ടികളാണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഫുള്ള് പശുക്കളാണ് ഉണ്ടാവും നിൽക്കുന്നത്. ചന്തയിൽ പോത്ത് കുറവായിരുന്നെങ്കിലും അത്ര തന്നെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കുറച്ച് ആടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഒരെണ്ണം സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ആടിനെ മാത്രമായിട്ട്. പോത്തുകുട്ടികളൊന്നും 1-2 ഉണ്ടായിരുന്നു, ബാക്കിയുള്ളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ നല്ല പോത്തുകുട്ടികളൊക്കെ, വളർത്തു പോത്തുകുട്ടികൾ അതുപോലെ വലിയ വലിയ പോത്തുകളൊക്കെ വരാറുണ്ടായിരുന്നു. പക്ഷെ ഇന്നില്ല, ഓണായതുകൊണ്ട്. ഈ ഭാഗത്തൊക്കെ നല്ല നല്ല പശുക്കളൊക്കെ വന്നിട്ടുണ്ട്, കറവ പശുക്കൾ. തമിഴ്നാട്ടിൽ നിന്നൊക്കെ പശുക്കൾ കുറേ വന്നിട്ടുണ്ട്. 35-40-45 മേനി വില ചോദിക്കുന്ന പശുക്കൾ. ഇതവിടെ നല്ല നല്ല പശുക്കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. പശുക്കളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. വലിയ വിലയുള്ള പശുക്കളല്ല. ഇതവിടെ നല്ലൊരു മൂരിക്കുട്ടി. 50 രൂപയാണ് വില ചോദിക്കണത്. 38 വരെ ചോദിച്ച് നിൽക്കേണ്ട ആൾക്കാർ. ഇതെവിടെ നല്ല നല്ല കറവ പശുക്കൾ, അടിപൊളി കറവ പശുക്കൾ കേട്ടോ. ഒരു 5-6-7 ലിറ്ററൊക്കെ പാല് കിട്ടണ ഇതൊരു കന്നി പശു ഉണ്ട്. അതിനെ നമ്മൾ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതവിടെ ഒരു സഹിവാളിൻ്റെ പശു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് അടുപ്പിച്ച് സഹിവാളിൻ്റെ പശുക്കുട്ടികളൊക്കെ വരുന്നുണ്ട് ചന്തയിൽ കേട്ടോ. ഇങ്ങനത്തെ ടൈപ്പ് പശുക്കുട്ടികളൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർ ചന്തയ്ക്ക് പോരെ. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള കുട്ടികൾ. അതുപോലെ കടിഞ്ഞൂല് കുത്തി വയ്ക്കാറായ പൈൻകുട്ടികളൊക്കെ, അതൊക്കെ ഒരു 22, 24, 25 ആയിട്ട് കച്ചവടമായി പോണത്. അപ്പോൾ അങ്ങനത്തെ പൈൻകുട്ടികൾ, കടിഞ്ഞൂല്, അതുപോലെ ഒരു 5-6 പ്രസവമൊക്കെ കഴിഞ്ഞതാണ്ട് പൈൻകുട്ടികൾ നിൽക്കണ്. നല്ല അടിപൊളി പൈൻകുട്ടികൾ, കുത്തിവയ്ക്കാൻ പ്രായമായ കുട്ടികൾ. ഇതിനിടയിൽ ചന്തയിൽ കൊണ്ട് നിൽക്കണ പൈക്കളെ കറന്ന് പാലൊക്കെ എടുക്കണൊക്കെ ഉണ്ട് കേട്ടോ. കറന്ന് നോക്കണമുണ്ട് ആൾക്കാർ. പാലൊക്കെ കാമ്പിനൊക്കെ വല്ല പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെ നോക്കി എടുക്കണുണ്ടോ. ചന്തയിൽ നിന്ന് പൈക്കിളൊക്കെ എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കറന്നൊക്കെ നോക്കി വല്ല കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൈക്കളാട്ടോ ഈ സെക്ഷനിൽ മൊത്തം നിൽക്കുന്നത്. ഇതൊക്കെ ചന്തയ്ക്ക് ഇറക്കി കെട്ടണുള്ളൂ. ഇതേ നല്ലൊരു മൂരിക്കുട്ടീനെ കൊണ്ടുകൊണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കാണിച്ചൊരു പയ്യരെ കുട്ടിയാണ്. അതിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് അതിന് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അത് രണ്ടും കൂടി പോയത് 33,500 കേട്ടോ. കടിഞ്ഞൂൽ പൈൻകുട്ടി. അത് കടിഞ്ഞൂലിലൊരു 6 ലിറ്റർ 5 ലിറ്ററൊക്കെ പാല് കിട്ടുന്ന ചെറുകിട പയ്യായിരുന്നു. നല്ലൊരു പൈൻകുട്ടിയായിരുന്നു. അത് കാണിച്ച എൻ്റെ വീഡിയോയിൽ. അതുപോലെ തന്നെ ഇതൊക്കെ ചെറിയ പൈക്കളാണ്. അതൊരു 6-7 ലിറ്റർ പാല് കിട്ടുന്ന പൈക്കൾ. നല്ല പൈക്കൾ കേട്ടോ. ഒരു ആരോഗ്യത്തിന് കാണുമ്പോൾ പിന്നെ സെപ്പറേറ്റ് നമ്മൾ നോക്കണം. അത് കറന്നൊക്കെ നോക്കി അകിടിന് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കി എടുക്കണം. അല്ലാതെ നമ്മൾ നോട്ടത്തിന് നോക്കുമ്പോൾ നല്ല അടിപൊളി ആരോഗ്യമുള്ള നല്ല അടിപൊളി പൈക്കൾ. ഒരു 7-8 ലിറ്ററൊക്കെ മാക്സിമം കിട്ടണ, 5-6 കിട്ടണ അങ്ങനത്തെ പൈക്കളുണ്ടോ. ഒരു നട വന്നിട്ടുണ്ട്. ഒരു നട എന്ന് പറഞ്ഞാൽ അത്രയും പെരുത്ത്. പോത്തും എരുമയൊക്കെ കുറവുള്ളടത്ത് ഇവർ വന്ന് നികന്നുണ്ട്. അത്രയും പെരുത്ത് പശുക്കൾ വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ, ലാലൂർ ചന്തയിൽ. സാധാരണ ഇത്ര അധികം പശുക്കളൊന്നും വരാറുണ്ട്. എന്നാലും ഇത്ര അധികം ഉണ്ട്. അതൊക്കെ നല്ല നല്ല ഇത് കുറച്ചുകൂടി വലിയ പൈക്കളൊക്കെ ഉണ്ട്. ഇതിൽ പാലധികം കിട്ടണത്. പിന്നെ വെച്ചൂരിൻ്റെ പശുക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ കാണിക്കുന്നുണ്ട്. നല്ലൊരു വെച്ചൂർ പശു. ഇത് വേണ്ട ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ പൈക്കളൊക്കെ കച്ചവടമായി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28, 33, 34, 35 ആ റേഞ്ചിലുണ്ടത് ഇതൊക്കെ കച്ചവടമായി പോണത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ അവിടെ വന്നു കഴിഞ്ഞ് കച്ചവടക്കാർ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ 50 രൂപ കുറഞ്ഞ് കൊടുക്കണം. 45 രൂപ 50 രൂപ. കാരണം നമ്മളിത് കുറേ മേടിച്ച് പറ്റിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണ്. പറ്റിക്കപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്രയും നിസ്സാര പൈസക്ക് കിട്ടും. നമുക്കൊരു നല്ല വില, ഒരു 50 രൂപ 55 രൂപ 60 രൂപയ്ക്ക് നമ്മളവിടെ കച്ചവടക്കാരെ നിന്നൊക്കെ ആദ്യം മേടിക്കാറ്. പക്ഷെ ചന്തയിൽ ഇത്രയും വില കുറവിലാണ് പശുക്കളെ കൊടുക്കുന്നത്. ഇവിടെ 2 പോത്തുകുട്ടികൾ. ഇതായിരുന്നു ആകെ ചന്തയിൽ വന്ന നല്ല പോത്തുകുട്ടികൾ രണ്ടെണ്ണം. രണ്ടിനും കൂടി 1,40 പറയണേ. 70,000 മീനി. ആൾ ചോദിക്കണതാണ്. ആളെല്ലാ ആഴ്ചയിലും ചന്തയിൽ കന്നുകളെ കൊണ്ടുവരുന്ന പണ്ടത്തെ ഒരു വ്യക്തിയാണ്. ആളെല്ലാം നല്ല നല്ല എരുമ കുട്ടികളെയൊക്കെ കൊണ്ടുവരാറുണ്ട്. എന്തായാലും 2 പോത്തുകുട്ടി ഉറപ്പായിട്ടുണ്ടാവും എല്ലാ ആഴ്ചയും. വേണ്ട നല്ല രീതിക്ക് മീറ്റ് കയറിയിട്ടുള്ള 2 കുട്ടികൾ. 70,000 മേനിയാണ് രണ്ടെണ്ണത്തിനും പറയണേ. ഓരോന്നിനും 70,000 മേനി. 1,40, 1,40,000 രണ്ടെണ്ണത്തിന് ചോദിക്കുന്നതാണ്ടാ. ഇതാണ്ട പൈൻകുട്ടികൾ, നല്ല നല്ല പൈൻകുട്ടികൾ. ഇതാണ്ട ഇങ്ങനത്തെ ക്വാളിറ്റിയുള്ള അടിപൊളി കുട്ടികളൊക്കെ ചന്തയിൽ വരുന്നുണ്ട് കേട്ടോ. 16 രൂപയാണ് കേട്ടോ അതിന് പറഞ്ഞത്. 16 രൂപ അവർ ചോദിച്ച വരെയാണ്. 16,000 രൂപ. അതിൻ്റെ കണക്കുള്ള ശരിയാണെങ്കിൽ ഒരു 8 രൂപ 9 രൂപയ്ക്ക് കിട്ടണത്. ഇത് വേണ്ട നല്ല നല്ല കുഞ്ഞ് പൈക്കൾ. അതായത് നമ്മുടെ ഒരു വീട്ടിലൊക്കെ
ചെറുകിട പാർട്ടിക്കാർ ഫാമിലേക്ക് നിർത്താൻ പറ്റിയ പൈക്കളും വരുന്നുണ്ട്. പക്ഷേ ഇത് ഏറ്റവും അധികം നമ്മളെ ചെറുകിട കർഷകരില്ലേ, ഒരു 6 ലിറ്റർ 7 ലിറ്ററൊക്കെ പാൽ കിട്ടണം. ഇതൊക്കെ കുറച്ചുകൂടി കൂടിയ പയ്യാണണ്ട, പാല് കൂടിയ ടൈപ്പ് വലിയ പൈ വേണ്ട, ചെറിയ പൈക്കിൾ നിൽക്കണണ്ട. ഇതുപോലത്തെ ചെറിയ പൈക്കിൾ കുറേ ഞാൻ പറഞ്ഞ വെച്ചുവരൻ്റെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള പശു ഒരു 1 ലിറ്റർ 2 ലിറ്റർ കഷ്ടി കിട്ടണം. കുട്ടീനെ പിരിച്ചു കൊടുത്തുന്നുണ്ട്, കുട്ടീനെ കാണാനില്ലേ, പൈൻകുട്ടിയായിരുന്നു, പിരിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്, കാണാനില്ലേ എന്നെ. അതുപോലത്തെ വെച്ചൂരിൻ്റെയൊക്കെ പശുക്കൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതുകൊണ്ട് അതൊക്കെ ചെറിയ പൈക്കളെന്ന് ഞാൻ പറഞ്ഞില്ല, ആ സെക്ഷനാണ് മൊത്തം. 36 രൂപയൊക്കെ അവർ പറയും, എന്നിട്ട് 28, 27, 30, 31 ആ റേഞ്ചിലേക്കാണ് കച്ചവടമായി പോണത്. അങ്ങനത്തെ ചെറിയ പൈക്കൾ ഇത് കുറേ കച്ചവടക്കാർ ഇത് രാവിലെ തന്നെ നേരത്തെ വന്ന് വരുമ്പോൾ തന്നെ മേടിച്ച് കൊണ്ടുപോകണം. അവർക്ക് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ നല്ലൊരു ലാഭം കിട്ടണം. അതുകൊണ്ടാണ് അവർ ഇത്രയും പേരുത്ത് പശുക്കളെ ബൾക്കായിട്ട് എടുത്തുകൊണ്ട് പോകുന്നത് ചന്തയിൽ നിന്ന്. ഇത് അധികം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാട്ടാ. ആ പച്ചക്കയറും ആ പെയിൻറ്റൊക്കെ അടിച്ചങ്ങനെ കൊമ്പും മണ്ടാറൊക്കെ കുറേയൊക്കെ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. തമിഴ്നാട് പശുക്കളായാലും എവിടുത്തെ പശുക്കളായാലും നോക്കിയെടുക്കുക, വല്ല അസുഖങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കിയെടുക്കുക. ഇതുണ്ട് ഇതുപോലെ നല്ല നല്ല മൂരിക്കുട്ടികൾ, ഇതിപ്പോൾ കട്ടിങ്ങിന് പോണതാണ്, ഇങ്ങനത്തെ വളർത്താനൊക്കെ പറ്റും, നല്ല ക്വാളിറ്റിയുള്ള മൂരിക്കുട്ടിയാണ് ഇത്. 28 രൂപയാണ് പറഞ്ഞതിന്. ഇത് കണ്ട നല്ല നല്ല പൈക്കിൾ, ഇതൊക്കെ തമിഴ്നാടാണ്. പക്ഷേ നല്ല ഒരു എന്താ പറയുക, നല്ല ആരോഗ്യമുള്ള പൈക്കിളെന്ന് പറയില്ലേ. ചിലതൊക്കെ ഒരു ശോഷിച്ച പൈക്കിളുണ്ട്, പക്ഷെ എന്നാലും അധികവും നല്ല ആരോഗ്യമുള്ള പശുക്കൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിലത്തെ പശുക്കളും ഉണ്ട്, നമുക്ക് വീഡിയോയിൽ കാണിക്കാത്. അവിടെ മൂരിക്കുട്ടി, അങ്ങനത്തെ ചെറിയ മൂരിക്കുട്ടികളൊക്കെ ഇഷ്ടംമാതിരി വളർത്താൻ പറ്റിയതും ഇറച്ചിയുടെ ആവശ്യത്തിന് പോണ മൂരികളൊക്കെ ഉണ്ടായിരുന്നു. ഇതേണ്ടത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ച ആ മൂരിയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. അത് ക്രോസിങ്ങിനൊക്കെ പറ്റിയതാണ്. ശരിക്കും പറഞ്ഞ ഫാമുകളിലൊക്കെ ഉണ്ട്, അവന് ക്രോസിങ്ങിന് ഭയങ്കര ടെൻഡൻസി ഉള്ളൊരു മെയിലാണ്. ഈ ഫാമിലൊക്കെ ക്രോസിങ്ങിനും മറ്റേതിനൊക്കെ നിർത്താൻ പറ്റിയതാണ്. പക്ഷേ ആൾ ഹൈറ്റ് കുറഞ്ഞു പോയി, തലേരിയും ശരി ഇതിന് പ്രായത്തിനൊത്തൊരു വളർച്ച ആയിട്ടില്ല അവന്. അത് നല്ല രീതിയിൽ പാലൊക്കെ കൊടുത്ത് കൊച്ചിലെ തന്നെ വളർത്താത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മുരിക്കുട്ടിയായിരുന്നു. ഇനിയിപ്പോൾ അത് കട്ടിങ്ങിനൊക്കെ പോവുള്ളൂ. ഇതെവിടെയാണ് നല്ല നല്ല പശുക്കൾ, നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പശുക്കൾ കേട്ടോ. ചില പശുക്കളുണ്ട് ഇങ്ങനെ ഒരു തണുത്ത മട്ടിൽ നിൽക്കണം, അതൊക്കെ നോക്കി മേടിക്കണം. അതൊക്കെ എന്തെങ്കിലും വയ്യായിട്ട് വന്ന് നിൽക്കുന്നതായിരിക്കണം. കാരണം അതിനകിടിനൊരു പ്രശ്നം എപ്പോഴും കെടുക്കുക, അങ്ങനത്തെ ഓരോരോ കുറച്ചൊക്കെ ക്ഷീണത്തിൻ്റെ ആയിരിക്കണം ഇത്ര വഴിയാക്കില്ലേന്നൊക്കെ വണ്ടിയിൽ യാത്ര ചെയ്ത് വരുന്നത്. പക്ഷെ എന്നാലും അതല്ല, ഒരു ചിലതൊക്കെ തൂങ്ങിപ്പിടിച്ച് നിൽക്കണം കാണാം. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ വയ്യായ്ക്ക് ഉണ്ടാവും. പക്ഷേ അല്ലാത്ത ചില നമ്മൾ നേരത്തെ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ചില്ലേ, അങ്ങനത്തെ പശുക്കളൊക്കെ നല്ല ആക്റ്റീവായി നിൽക്കുന്ന പശുക്കളുണ്ട്. അങ്ങനത്തെ പശുക്കളൊക്കെ നോക്കിയെടുക്കുക, വലിയ ചടവില്ലാത്തത്. കാരണം ചടവുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രായാധിക്യം കൊണ്ടും അല്ലാത്ത ചില പ്രശ്നങ്ങളൊക്കെ, അതൊക്കെ നോക്കി മേടിക്കണം. ചന്തയിൽ നിന്നാകുമ്പോൾ നല്ല പൈക്കളുണ്ട്, നോക്കി മേടിക്കാൻ അറിയണം. അതുപോലെ എരുമകൾ, ഇതൊക്കെ കട്ടിങ്ങിന് പോണ എരുമകളാണ്, പക്ഷേ നല്ല നല്ല എരുമകളാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ കടിഞ്ഞൂൽ പശു, നല്ലൊരു പശു. ഇതാണ് നമ്മൾ പറഞ്ഞ മറ്റേ 33,500 കച്ചവടമായി പോയി എന്ന് പറഞ്ഞില്ലേ, ആ പയ്യൻ കുട്ടി കടിഞ്ഞൂലാണ്. നല്ലൊരു പയ്യൻ കുട്ടിയായിരുന്നു. ഇതൊരു സഹിവാളുടെ ക്രോസ് പശു ഉണ്ടോ, സഹിവാൾ ക്രോസാണ്, ഒറിജിനലല്ല. പക്ഷേ നല്ലൊരു പൈ, ചെറിയ പൈ. ഞാൻ ഇതേ സഹിവാളിൻ്റെ മറ്റേ പൈ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഇത് കുത്തി വയ്ക്കാറായ കുട്ടി, അതിനിതേ കച്ചവടം നടക്കണം, ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനത്തെ പൈക്കുട്ടികളൊക്കെ നല്ല നല്ല പൈക്കുട്ടികൾ, ഒരു 1.5 വയസ്സൊക്കെ കഴിഞ്ഞ പൈക്കുട്ടികൾ, നല്ല കുട്ടികൾ വരുന്നുണ്ട് ചന്തയിൽ. കുട്ടികളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പുളക്കി കുത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു 8-9 മാസം നോക്കി കഴിഞ്ഞാൽ നല്ലൊരു പൈസ നമ്മുടെ കയ്യിലിരിക്കും. വേറെ സ്ഥിതിക്ക് ചിലവ് വരുന്നില്ല ഇവറ്റങ്ങൾക്കൊന്നും. കാരണം 1.5 വയസ്സായി, ഇനി അത് നോക്കേണ്ട ആവശ്യമില്ല വേറെ. എരുമേനെ നോക്കേണ്ട ആൾക്കാർ. നല്ല ഇറച്ചിക്ക് പറ്റിയ 2 എരുമകളാണ്. മറ്റേ എരുമ കച്ചവടമായി പോയത് 54 രൂപയ്ക്കാണെന്ന് തോന്നുന്നു. അത് കറക്റ്റ് എനിക്കറിയില്ല, 54 തോന്നുന്നു. ഈ വലിയ എരുമ ഞാൻ വരെ കച്ചവടം ആയിട്ടില്ല. നല്ലൊരു എരുമയാണ്, ഇറച്ചിക്കനെ പറ്റുള്ളൂ. നെയ്യ് മുട്ടിയതായിരിക്കണം, ചെനയൊന്നും പിടിക്കാണ്ട് അങ്ങനെ ഒഴിവാക്കണ എരുമയായിരിക്കണം 2 ഇതേ നല്ല പൈൻകുട്ടി നേരത്തെ കാണിച്ചത് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇതേണ്ട ഒരു മുന്നേ പ്രസവിച്ചിട്ടൊക്കെ ഉണ്ട്, പിന്നെ ചെന പിടിക്കാണ്ടാവുമ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതാണ് ചന്തയ്ക്ക്. ഇതൊക്കെ മീറ്റിൻ്റെ ആവശ്യത്തിന് പോകുള്ളൂ. ഇതേ പശുക്കൾ കച്ചവടമായി കൊണ്ടുപോകുന്നുണ്ട്. ഇതേ മറ്റേ പയ്യും കുട്ടിയും നല്ല രസമുണ്ട് കേട്ടോ മൂരിക്കുട്ടിനെ കാണാൻ. പറ്റിയിട്ടൊക്കെ ഒരാഴ്ചയൊക്കെ ആവണുള്ളൂ.
അങ്ങനത്തെ ബൈക്കുകൾ ഇഷ്ടംമാതിരിയാണ്. ഇഷ്ടംമാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ ഉണ്ട്, അത്രയും നമുക്ക് ഇഷ്ടത്തിനുള്ള നോക്കിയെടുക്കാം. കുത്തിക്കാറായ കുട്ടികൾ, പിന്നെ ഒരു പ്രസവം ഫസ്റ്റത്തെ കടിഞ്ഞൂല്, അതിന് മേലേക്കുള്ള ഒരു 7-8 പ്രസവമായ വയസ്സായ ബൈക്കുകൾ, അങ്ങനെയൊക്കെ ഉണ്ട്. വയസ്സായ ബൈക്കുകൾ എന്നാണെങ്കിലും നല്ല ആരോഗ്യമുള്ള ബൈക്കുകളാണ്. അതായത് നമുക്ക് വീട്ടിലൊക്കെ മേടിച്ച് നിർത്താൻ പറ്റിയതേ. ആ വെച്ചൂര് പശു കച്ചവടം അതിൻ്റെ അതേ കൊണ്ടുപോയി. എത്രയൊക്കെയാണെന്ന് അറിയില്ല, നമ്മൾ കൊണ്ടുപോയി, നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുന്നേ കൊണ്ടുപോയി കച്ചവടമായിട്ട്. അങ്ങനെ നല്ല നല്ല ബൈക്കുകൾ, മുത്തറോ ബൈക്കുകൾ, സഹിവാളിൻ്റെ പയ്യനെ അതിനും കച്ചവടമായി കൊണ്ടുപോകുന്നുണ്ട്. ബൈക്കിൾ വരികയാണ് അപ്പോഴേക്കും കച്ചവടമായി പോവാണ്. കാരണം നല്ല നല്ല ബൈക്കുകൾ കൊണ്ടുവന്ന് ഇറക്കുമ്പോഴേക്കും കൊണ്ടുപോവാണ്. മേടിക്കാൻ ആൾക്കാരുണ്ട്, കച്ചവടക്കാരാണ് അധികം മേടിക്കണേ. അത് കൊണ്ടുപോകണത് മറച്ച് വിൽക്കാനാണ്. കാരണം ഒരു ലാഭമില്ലാണ്ട് അവർ ഈ ചന്തയിൽ നിന്ന് ഒന്നും ഇങ്ങനെ മേടിക്കില്ലല്ലോ. ഈ പയ്യൻ കുട്ടിയും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു വീടുകളിൽ നിന്നാണെങ്കിൽ മേടിക്കണമെങ്കിൽ കുറഞ്ഞൊരു 50,000 രൂപ കൊടുക്കണം. ആ സ്ഥാനത്താണ് 33,500 കച്ചവടമായി പോയിരുന്നത്. അപ്പോൾ അത്രയും കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില പേശി മേടിക്കാൻ ഒരു കഴിവ് കൂടി വേണം കേട്ടോ ചന്തയിൽ നിന്ന്. നല്ലത് നോക്കി വില പേശി മേടിക്കാനുള്ള കഴിവ് വേണം. അത്യാവശ്യം കുറച്ച് നേരത്തെ എത്തണം. ഒരു 6 മണിയാകുമ്പോഴേക്കൊക്കെ ചന്തയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സാധനങ്ങളുണ്ടാവും. നേരം വെളുക്കുന്നതിനനുസരിച്ച്, സമയം പോകുന്നതിനനുസരിച്ച് നല്ലതൊക്കെ പോവും. അതിന് മുന്നേ എത്തുകയാണെങ്കിൽ ഇതേണ്ട നല്ല നല്ല ബൈക്കുകൾ, നല്ല ആരോഗ്യമുള്ള ബൈക്കുകളൊക്കെ ഉണ്ട് ഇതിൽ. പൈൻകുട്ടികൾ ഇതേണ്ട നല്ലൊരു ചെറിയൊരു പൈ, ആ ബ്ലാക്ക് പൈൻ വേണ്ട. ഇതിനെ ഇപ്പോൾ കൊണന്ന വഴിക്ക് തന്നെ കച്ചവടമായി ചന്തയ്ക്ക് ഇറക്കിയിട്ടുള്ള പൈനേണ്ട. പക്ഷേ അപ്പം തന്നെ കച്ചവടമായി, കയറ് കൊടുത്ത് കൊണ്ടുപോയി. 34-35 കച്ചവടമായത്. ഈ റേഞ്ചിലുള്ള ബൈക്കിലാണ് കേട്ടോ അധികം വരുന്നത്. 35-30 ആ റേഞ്ചിൽ, 30-35-40 രൂപയുടെ ഉള്ളിൽ ആ റേഞ്ചിലുള്ള ബൈക്കിലാണ് അധികം വരുന്നത്. ഒരു 4-ാം പ്രസവം 3-ാം പ്രസവം അങ്ങനത്തെ വേണ്ട പൈൻകുട്ടികളൊക്കെ ഉണ്ടായിൽ കുത്തിയേക്കാറായത്. അറ്റത്ത് ഞാൻ പറഞ്ഞ ബ്ലാക്ക് പൈൻകുട്ടി ഇതേ ഇവിടെ ഒരു പയ്യനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു എരുമേനെയൊക്കെ. നല്ലൊരു പയ്യാണത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 32 രൂപയാണ് വില പറഞ്ഞ കേട്ടോ. 32 രൂപ. അതെങ്ങനെ പോയാലും നമ്മളവിടെ ഒരു 40 രൂപ മേലേക്ക് പോണ പൈ. അതുപോലെ നല്ലൊരു എരുമക്കുട്ടി ചന്തയിൽ നിന്ന് വന്നതിൽ നല്ലൊരു എരുമക്കുട്ടി, വളർത്താൻ പറ്റിയൊരു എരുമക്കുട്ടി, ക്വാളിറ്റി ഉള്ളത്. കുത്തിവയ്ക്കണ പ്രായമൊക്കെ ആവണമല്ലോ കേട്ടോ. പ്രായമായിട്ടുണ്ട്, അടുത്ത പോലെയൊക്കെ കുത്തിവയ്ക്കാം. നല്ലൊരു എരുമക്കുട്ടി, നാടൻ എരുമക്കുട്ടി എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ആഴ്ചത്തെ ലാലൂർ ചന്തത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പോത്തുകളൊന്നും ഇല്ലാത്ത കാരണമാണ് നമ്മൾ വീഡിയോ അധികം നീട്ടാത്തത്. അപ്പോൾ അടുത്ത ആഴ്ചയിൽ പോത്തുകളൊക്കെ വരുമെന്ന് വിശ്വസിക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ.